എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ ഖബറിന്റെ അകത്ത് നിന്ന് ആദ്യമായിട്ട് എഴുന്നേറ്റ് വരുന്നത് മുത്തുനബിയാ. 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്. ആ പ്രവാചകന്മാരുടെ ഓരോ പ്രവാചകന്മാർക്കും അനുയായികളുണ്ട്, അനുയായികളില്ലാത്ത പ്രവാചകന്മാരുമുണ്ട്. അല്ലാഹുവേ, അവരിൽ ഏറ്റവും കൂടുതൽ അനുയായികളുള്ളത് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. അത് കഴിഞ്ഞിട്ട് മുത്തുനബിയുടെ ശ്രേഷ്ഠത എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, എന്റെയും നിങ്ങളുടെയും അഭിലാഷമായ സ്വർഗമുണ്ടല്ലോ, ഞാനും നിങ്ങളും കൊതിക്കുന്ന സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിൽ ആദ്യമായിട്ട് കിടക്കുന്നതാരാ? ആദം നബി അലൈഹിസ്സലാമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആദം നബി താമസിച്ചത് ആ സ്വർഗത്തിലാണല്ലോ. ആ സ്വർഗത്തിൽ കടന്ന പ്രവാചകനാണല്ലോ ആദം നബി അലൈഹിസ്സലാം. യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅതുമാ വലാ തഖറബാ ഹാദിഹി الشجرة فتكونا من الظالمين. ആദം നബി അലൈഹിസ്സലാമിനെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഹവ്വാ റളിയല്ലാഹു തആല അൻഹ ഇവർ രണ്ടുപേരെയും സ്വർഗ്ഗത്തിലേക്ക് കടത്തിവിടുന്ന സമയത്ത് അല്ലാഹു അവിടുന്ന് പറഞ്ഞതാണ്, ആദം നബി കടന്ന സ്വർഗ്ഗമുണ്ടല്ലോ, ആ സ്വർഗ്ഗത്തിലേക്ക് പടച്ചവനെ ആദ്യമായിട്ട് കടന്നു പോകുന്നതാരാ? ആ സ്വർഗ്ഗം തുറക്കുന്നതാരാ? എന്റെയും നിങ്ങളുടെയും കരളിന്റെ കഷ്ടമായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, അന്ത്യനാളിൽ പ്രവാചകന്മാർ ഏറ്റവും കൂടുതൽ അനുയായികൾ ഉള്ളത് എനിക്കാണ്. എന്നിട്ട് മുത്തുനബി പറയുന്നു, ഞാനായിരിക്കും സ്വർഗ്ഗ കവാടത്തിൽ ആദ്യമായിട്ട് മുട്ടുന്നത് ഞാനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന പാലം താണ്ടിയിട്ട് റിദ്വാൻ എന്ന മലക്കിൽ കാവൽ നിൽക്കുന്ന പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിന്റെ കവാടമുണ്ടല്ലോ, ആ കവാടത്തിൽ ആദ്യമായിട്ട് പോയി മുട്ടുന്നതാരാ? അത് ഞാനാണ് സഹാബ, അത് ഞാനാണ് സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകനാണ് ആദ്യമായിട്ട് സ്വർഗ്ഗത്തിന്റെ കവാടത്തിൽ മുട്ടുന്നത്. അവിടെ ആദ്യമായി സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്നത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അന്ത്യനാളിൽ ഞാൻ സ്വർഗ്ഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ ഞാനാണ് ചെല്ലുന്നത്, ഞാനാണ് സ്വർഗ്ഗം തുറക്കാൻ ആവശ്യപ്പെടുന്നത്. മഹാനായ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ഞാനാണ് നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ കവാടത്തിൽ ആദ്യം പോയി മുട്ടുന്നത് ഞാനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അങ്ങനെ പ്രവാചകൻ മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, പ്രവാചകൻ അവിടുന്ന് സ്വർഗത്തിന്റെ കവാടത്തിൽ മുട്ടിയിട്ട് പറയും, അവിടുന്ന് തുറക്കാൻ ആവശ്യപ്പെടും. ആ സമയത്ത് റിദ്വാൻ എന്ന് പറയുന്ന സ്വർഗത്തിന്റെ കാവൽക്കാരൻ ചോദിക്കും, നീ ആരാ? ഞാൻ അവിടുന്ന് പറയും, മുഹമ്മദ്. അപ്പോൾ കാവൽക്കാരൻ പറയും, അത്ര നിനക്ക് മുമ്പ് ഒരാൾക്കും ഞാൻ ഇത് തുറക്കപ്പെട്ടിട്ടില്ല എന്ന് ആ മലക്ക് പറയുമെന്ന് നബിയിന റസൂലുള്ളാഹി. റിദ്വാൻ എന്ന മലക്ക് ചോദിക്കുക, ആരാ? അത്ര ധൈര്യത്തിൽ ചോദിക്കണ്ടേ, ആരാ? അവിടുന്ന് പറയും, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോൾ ആ മലക്ക് പറയും, നിനക്ക് മുമ്പ് ഒരാൾക്ക് വേണ്ടിയും ഇത് തുറക്കപ്പെട്ടിട്ടില്ല. അവിടുന്ന് സ്വർഗത്തിന്റെ കവാടം തുറക്കും. അള്ളാഹുവിന്റെ റസൂലാണ് ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് കടക്കുന്നത് എന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സിറാത്ത് ആദ്യമായിട്ട് കിടക്കുന്നതാരാ? സിറാത്ത് എന്ന് പറയുന്ന പാലം, ഒരു ദിവസം അതിനെക്കുറിച്ച് തന്നെ പഠിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. തൂക്കുപാലത്തിൽ പോയ ഓർമ്മ മാത്രമേ നമുക്കുള്ളൂ. സിറാത്ത് എന്ന് പറയുന്നൊരു പാലമുണ്ട്, കേട്ടിട്ടുണ്ടാ? സിറാത്ത് എന്ന് പറയുന്നൊരു പാലമുണ്ട്. ഒരിക്കലും ഒരു മനുഷ്യന്റെ ചിന്തിച്ചവന് മനസ്സിലാവില്ല. കയറ്റവും ഇറക്കവും നിരപ്പും, ഒരു കയറ്റമുണ്ട്, ഒരു ഇറക്കമുണ്ട്, ഒരു നിരപ്പുമുണ്ട്. പക്ഷേ എത്ര കൊല്ലത്തെ ദൂരം കാണുമെന്നറിയോ? അല്ലാഹു കാക്കുമാറാകട്ടെ.
എത്രയോ കോടാനുകോടി കിലോമീറ്ററുകൾ ദൂരമുണ്ട് കയറ്റവും ഇറക്കവും. അപ്പൊ ഇത്രയും നീളമുള്ള ഈ സിറാത്ത് പാലം അള്ളാഹു അത് കടക്കുന്നവരിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. അള്ളാഹു പെടുത്തുമാറാകട്ടെ. ആ പാലം കടക്കണോ? ആ പാലം കടന്നു പോകുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് മഹാനായ നബിയിന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നാളെ ആ പാലത്തിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ മഹാനായ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ കാത്തു നിൽക്കും ചിലരെ. നാളെ സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ, ആ സിറാത്ത് എന്ന പാലത്തിന്റെ മുന്നിലെത്തുമ്പോൾ ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിങ്ങനെ കാത്തു നിൽക്കും. ചില ആൾക്കാരെ കണ്ട ഉടനെ അവിടുന്ന് കയ്യിൽ കയറി പിടിച്ച് ആ സിറാത്ത് കടത്തി സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് നബിയിന റസൂലുള്ളാഹി. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ആരാ വിഭാഗമാരാ അറിയോ? ജിബ്രീൽ അലൈഹിസ്സലാം കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആരാ അവർ? അവർ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞവരെയാണെന്ന് നബിയിന റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞവർ. 2 ദിവസം മുമ്പ് മൊബൈലിൽ ഒരു വീഡിയോ വന്നു. ആരോ ഒരാളിങ്ങനെ വാട്സപ്പിൽ ഇട്ടതാ, ഉസ്താദെ എൻ്റെ ഉമ്മയെ ആരോ മരണപ്പെട്ടു പോയി, ദുആ ചെയ്യണം. ഞാനിങ്ങനെ അത്ഭുതത്തോടെ നിൽക്കുക, എന്താ ഈ വീഡിയോ എന്ന് എനിക്ക് മനസ്സിലായില്ല. 2 പേരിങ്ങനെ പിടിച്ചിട്ടുണ്ട് ഒരു തസ്ബിയ. ആ ഉമ്മയുടെ കയ്യിൽ ഉമ്മ ദിക്റ് പറയാൻ ഉപയോഗിച്ചിരുന്ന ഒരു തസ്ബി. പടച്ചവന് 500 മുത്തുകളുണ്ടത്രേ. 500 മുത്തുകൾ. സത്യം പറഞ്ഞാൽ ഇത്ര നീളം കാണും. എൻ്റെ മൊബൈലിൽ ഇതിൻ്റെ വീഡിയോ കിടപ്പുണ്ട്. ആ സഹോദരൻ പറയുന്നു, ഉമ്മ ഇതുകൊണ്ടാണ് തസ്ബീഹ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഉമ്മ മരണപ്പെട്ടു പോയി, നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ തസ്ബീഹ് അദ്ദേഹത്തെ അവർ മകനാണെന്ന് തോന്നുന്നു, മകനും മകൻ്റെ മകനും കൂടെ 500 മുത്തുമണികളുള്ളൊരു തസ്ബീഹ്. ഒന്ന് കൂട്ടി ഒന്ന് ചിന്തിച്ചു നോക്കി, എത്ര വലുതാണ്. കാണേണ്ടവർക്ക് ഞാൻ കാണിച്ചുതരാം, എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട്. അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, ആ ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ. അപ്പം അത്രയും നീളം. പണ്ടുള്ളവരങ്ങനെ. ഇതിനാ ഇത്രയും വലിയ തസ്ബീഹ്. പടച്ചവനെ, സ്വലാത്തുകൾ, ദിക്റുകൾ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഉമ്മയ്ക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട